പദ്ധതികളുമായി ബന്ധപ്പെട്ട 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും അറിയിക്കണം. ഒന്നാമത്തെ ചോദ്യം, വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-2015 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സായംപ്രഭ ഹോം പദ്ധതി, ഓപ്ഷൻ ബി വയോ അമൃതം പദ്ധതി, ഓപ്ഷൻ സി വയോമിത്രം പദ്ധതി, ഓപ്ഷൻ ഡി മന്ദഹാസം പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-2015 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ ബി വയോ അമൃതം പദ്ധതി. ബാലികാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം. ബാലികാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം ഓപ്ഷൻ എ 1997, ഓപ്ഷൻ ബി 1998, ഓപ്ഷൻ സി 1999, ഓപ്ഷൻ ഡി 2000. ആൻസർ 1997. ബാലികാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം 1997. ഉയർന്ന ജീവിത സൗകര്യം ലഭ്യമാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ലൈഫ്, ഓപ്ഷൻ ബി പുനർഗേഹം, ഓപ്ഷൻ സി സാഫല്യം, ഓപ്ഷൻ ഡി തണൽ. ഉയർന്ന ജീവിത സൗകര്യം ലഭ്യമാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഓപ്ഷൻ എ ലൈഫ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഓപ്ഷൻ എ കുട്ടികൾ, ഓപ്ഷൻ ബി വയോജനങ്ങൾ, ഓപ്ഷൻ സി അവിവാഹിതർ, ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാർ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാരാണ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് ആരംഭിച്ച സ്കൂൾ ആരോഗ്യ പദ്ധതി ഏതാണ്? ബാലപുഷ്പം, ഓപ്ഷൻ ബി തളിര്, ഓപ്ഷൻ സി മുകുളം, ഓപ്ഷൻ ഡി ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് ആരംഭിച്ച സ്കൂൾ ആരോഗ്യ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ബാലമുകുളമാണ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തല വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനവും നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ കൈത്തൊഴിൽ, ഓപ്ഷൻ ബി മികവ്, ഓപ്ഷൻ സി സ്വയം, ഓപ്ഷൻ ഡി നൈപുണ്യ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തല വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനവും നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി നൈപുണ്യ. സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻ എ അഭയകിരണം, ഓപ്ഷൻ ബി ഭൂമിക, ഓപ്ഷൻ സി അതിജീവനം, ഓപ്ഷൻ ഡി അതിജീവിക. സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻ ഡി അതിജീവിക. പരീക്ഷാ സമ്മർദ്ദം നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓപ്ഷൻ എ 1056, ഓപ്ഷൻ ബി 1076, ഓപ്ഷൻ സി 1096, ഓപ്ഷൻ ഡി 1086. പരീക്ഷാ സമ്മർദ്ദം നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഓപ്ഷൻ എ 1056. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ഓപ്ഷൻ എ സാന്ത്വനം, ഓപ്ഷൻ ബി സാഫല്യം, ഓപ്ഷൻ സി സാമ്രാജ്യം, ഓപ്ഷൻ ഡി സായുജ്യം. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ഓപ്ഷൻ ബി സാഫല്യമാണ്. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി പ്രമേഹം, ഓപ്ഷൻ ഡി കുഷ്ഠം. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുഷ്ഠമാണ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.